ഹരി എല്ലാവർക്കും നമസ്കാരം. എന്താണ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്? രണ്ടാം അധ്യായത്തിൻ്റെ കാതലായിട്ട് ഭഗവാൻ പറഞ്ഞു, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അർജുന ഉള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിന് ആധാരമായ ആ ബോധം എന്ന ആത്മാ എന്ന ആ സത് വസ്തു, അതേകം. അതാണ് നീ, അതാണ് ഞാൻ, അതാണ് ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം. ആ സത്യത്തിന് മുറിവേൽപ്പിക്കാൻ, ആ സത്യത്തെ ഉണക്കാൻ, വരട്ടാൻ, അഗ്നിക്ക് ദഹിപ്പിക്കാൻ ഈ വകയ്ക്കൊന്നും സാധ്യമല്ല. അത് നിത്യമാണ്, അത് അവ്യയമാണ്, വ്യയമില്ലാത്തതാണ്. അതുകൊണ്ട് നിത്യമായ അവ്യയമായ ച്യുതിരഹിതമായ ആ സദ്വസ്തുവിനെ ചൊല്ലി പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. ഇനി ദേഹത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദേഹം നശ്വരമാണ്. അപ്പം ഭഗവാൻ ഒന്ന് പറഞ്ഞു, ജഡത്തെയും ചൈതന്യത്തെയും. അതിനെക്കുറിച്ചാണ് വിസ്തരിച്ചിട്ടുള്ളത്. അപ്പൊ ജഡപ്രകൃതി, ആ ജഡപ്രകൃതിക്ക് ചൈതന്യമേകുന്ന ചൈതന്യവത്തായിട്ടുള്ള ഒരു ചേതനയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. പിന്നെ പറഞ്ഞു, ശരി, നീ ഇതിനെയൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ദേഹം നിത്യമാണെന്നറിഞ്ഞാൽ തന്നെ ദേഹത്തിന് നാശമുണ്ടല്ലോ. അപ്പം ജഡമായിട്ടുള്ളതിൻ്റെ ഇല്ലായ്മയെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതെന്താണ്? ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ. ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് ശരീരമെന്നും, നീ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെ വളർന്ന് വികസിച്ച് പരിണമിച്ച ഈ പരിണാമങ്ങളെ മുഴുവൻ നിരീക്ഷിച്ചവനാണ് നീ എന്ന് നിനക്ക് ഒന്നാലോചിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തു? സാംഖ്യയോഗത്തിലൂടെ. ഇതാണ് അർജുന സാംഖ്യം എന്ന യോഗശാസ്ത്രത്തെ പേരൊക്കെ ചൊല്ലി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ഇനി ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മത്തെ ചെയ്യാനും രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു. അങ്ങനെ കർമ്മം ചെയ്യുന്നുവെങ്കിൽ നീ ഒരു തരത്തിലും പാപത്തെ ഏൽക്കുന്നവനാവില്ല, നിന്നിൽ പാപമെന്ന കറ പുരളില്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. കാമനയെ ജയിച്ച് ഒരു സമുദ്രത്തെ പോലെ നിലകൊള്ളുന്ന വിദ്യയെക്കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് അർജുനൻ അങ്ങനെ വളരെ ഒരു സന്തോഷവാനായിട്ട് നിലകൊള്ളുക. അങ്ങനെ ഇരിക്കെ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുക ഭഗവാനോട്. നോക്കാം എന്താ ചോദ്യം എന്ന്. അഥ തൃതീയോധ്യായഃ കർമ്മയോഗഃ. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന ഉവാച. മൂന്നാം അധ്യായം കർമ്മയോഗം ആരംഭിക്കുന്നു. അധ്യായത്തിന്റെ ആരംഭത്തിൽ അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഭഗവാനെ, ജ്യായസി ചേത് കർമ്മണഃ തേ മദാ ബുദ്ധി ഹേ ജനാർദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി ഹേ കേശവ. രണ്ടു പേര് ഭഗവാനെ, ഹേ കേശവ, ഹേ ജനാർദന. രണ്ട് സ്ഥലത്തേക്കുള്ളതാ. ഹേ ജനാർദന, ജനങ്ങൾക്ക് മുഴുവൻ ആനന്ദത്തെ കൊടുക്കുന്ന, ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലയോ ഭഗവാനെ. കർമ്മണഃ ബുദ്ധി ജ്യായസി തേ മദാ ചേത്. കർമ്മണഃ കർമ്മത്തേക്കാൾ, ബുദ്ധി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഭഗവാൻ, ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ജ്ഞാനത്തെ ശരണം ഗമിച്ചാൽ. ഈ ക്രമത്തിൽ ഗീത കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുക. അത് 1, 2 അധ്യായം കേട്ട് 3 കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ കർമ്മയോഗം മാത്രം ഗീതാജ്ഞാന യജ്ഞം ചെയ്യുന്ന സമയത്ത്, കാരണം ഇതിൻ്റെ പിറകിലുള്ളത് ഇപ്പൊ പറയുന്ന ആൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷെ കേൾക്കുന്ന ആൾക്കില്ലല്ലോ. അപ്പൊ ഇത്രയും ഇവിടെ ഈ ഒരു ചോദ്യം തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അർജുനന്റെ ഈ ചോദ്യം വിസ്തരിക്കേണ്ട ആവശ്യമില്ല. പറയുന്നു, ഭഗവാനെ,
ബുദ്ധി ജ്യായസി തേ മദാചേത്, ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തേ മദാചേത്, മതം എന്ന് പറഞ്ഞ അഭിപ്രായം, അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ, ഹേ കേശവ, അല്ലയോ ഭഗവാൻ, കേശിയെ പോലുള്ള അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുള്ള ഭഗവാനെ, ഘോരേ കർമ്മണി മാം കിം നിയോജയസി, എന്തിനാ ഈ ഘോരകർമ്മത്തിൽ എന്നെ നിയോഗിക്കുന്നത്? ഞാൻ അറിയാനായിട്ട് ചോദിക്കുക. ചോദ്യം ഗംഭീരല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാനെ, അങ്ങേക്ക് തന്നെ അഭിപ്രായമുണ്ട് ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. അങ്ങനെ ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നിരിക്കെ ഈ ഘോരമായ യുദ്ധം, എന്താണ് ഘോരമായിട്ടുള്ളത്? യുദ്ധം. ഈ യുദ്ധത്തിൽ എന്നെ അങ്ങ് എന്തിനാ പ്രേരിപ്പിക്കണത്? അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാൻ പോവാ. അങ്ങേക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് അർജുനന്റെ ആ ക്ഷാത്രവീര്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനോട് ഒന്നും കൂടെ അങ്ങോട്ട് പറയാം. നോക്കാം എന്താ പറയുന്നത്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന ബുദ്ധിം മോഹയസി ഇവ മേ തത് ഏകം വദ നിശ്ചിത്യ യേന ശ്രേയഃ അഹം ആപ്നുയാം. അങ്ങയുടെ ഇപ്പോഴത്തെ ഈ പറച്ചിലുണ്ടല്ലോ, 2 അധ്യായം വരെ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്കും തോന്നും അത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ വക്കാലത്തെടുത്തുകൊണ്ട് അർജുനൻ കോടതിയിൽ വാദിക്കുകയാണ്. നമ്മുടെ വക്കാലത്താണ് അർജുനൻ എടുത്തത്. പറയുന്നു, എന്താ പറയുന്നത്? വ്യാമിശ്രേണ ഇവ. വ്യാമിശ്രേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കലർന്നത്, കൂട്ടിക്കലർത്തിയത്. വിമിശ്രസ്യ ഭാവഃ വ്യാമിശ്രം എന്ന് പറഞ്ഞാൽ മിശ്രിതമാക്കിയത്, ഒരു അവിയൽ പരുവത്തിൽ കൂട്ടിക്കലർത്തിയ അങ്ങയുടെ വാക്യങ്ങളെ കൊണ്ട്, വാക്കുകൊണ്ട് മേ ബുദ്ധിം, എൻ്റെ ബുദ്ധി മോഹയസി ഇവ, മോഹിക്കപ്പെട്ടിരിക്കുക. സ്വാമി, കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ആകെ കൂടെ ഒരു 1-2 തരണമെന്നുണ്ട് ചിലപ്പം, പിന്നെ സഹിച്ചിരിക്കുക. അതെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം ചില സമയത്ത്. 2 പൊട്ടിക്കണം എന്ന് തോന്നും, നിർവാഹമില്ല എന്ന് പറയാം. അപ്പൊ ഈ കൂട്ടിക്കുഴച്ച് അങ്ങീ പറയുന്നതുണ്ടല്ലോ, മനസ്സിലാവുന്നില്ല. തവ വാക്യേന വാമിശ്രേണ ഇവ മേ ബുദ്ധി മോഹയസി, എൻ്റെ ബുദ്ധി മോഹിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ അങ്ങ് ഈ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ്. അർജുനൻ കേട്ടിരുന്നെങ്കിൽ ആ പാട്ട് പാടിയേനെ. അതെ, അതുകൊണ്ട് യേന അഹം ശ്രേയഃ ആപ്നുയാം. യേന, യാതൊന്നുകൊണ്ട് അഹം, എനിക്ക്, ശ്രേയഃ ആപ്നുയാം, ആത്മീയ സുഖത്തെ, ആത്യന്തികമായ ശ്രേയസ്സിനെ ഞാൻ പ്രാപിക്കുമോ, തത് ഏകം, ആ ഒന്നിനെ, അർജുനൻ പറയുന്നത് നോക്കൂ, തത് ഏകം, ആ ഒന്നിനെ നിശ്ചിത്യ, തീർച്ചപ്പെടുത്തി, അങ്ങേക്ക് തീർച്ച ഉണ്ടെങ്കിൽ, നിശ്ചിത്യ വദ, പറഞ്ഞാൽ അങ്ങേക്ക് ഉറപ്പുള്ളത് പറയും. ഈ കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ടല്ലോ, ടീച്ചേഴ്സ് ഇങ്ങനെ കുഴക്കും. കുട്ടിയോട് ചോദിച്ചു, രാജു 2 2 4, 4 4 എത്രയാ? അപ്പൊ കുട്ടി പറഞ്ഞു, ടീച്ചർ എപ്പോഴും എളുപ്പമുള്ളത് ടീച്ചർ പറയും, എന്നിട്ട് വിഷമം പിടിച്ചത് എന്നെ കൊണ്ട് ചോദിപ്പിക്കുക. ഇതെപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ പറയൂല എന്ന് പറയാം. ഞാൻ കട്ടിയാ ടീച്ചറോട്. അപ്പം അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. തത് ഏകം വദ, ആ ഒന്ന് എന്തിനായിട്ട്? എൻ്റെ അഹം ശ്രേയഃ ആപ്നുയാം, ഞാൻ ഏതൊന്നിനെയാണോ, ഏതൊന്ന് കേട്ടാൽ, ഏതൊന്ന് ഉൾക്കൊണ്ടാൽ ഭഗവാനെ ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കും, അത് എനിക്ക് ദയവ് ചെയ്ത് അങ്ങ് പറഞ്ഞു തരൂ, നിശ്ചയിച്ച് ഉറപ്പിച്ച് പറഞ്ഞു തരൂ. ഇതന്നെയാ സ്വാമി ഞങ്ങൾക്കും പറയാനുള്ളത്.